സാമുദായിക നേതാക്കളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നു എന്ന കെ മുരളീധരന്റെ പരാമർശത്തെ തള്ളി എം ഹസൻ. സാമുദായിക സംഘടനകളുമായി UDF-ന് ഇപ്പോഴും നല്ല ബന്ധമാണ്. സാമുദായിക സംഘടനകളോട് CPM-നും BJP-ക്കും ഒരേ നിലപാടാണ്. പാർട്ടി നിയമസഭാ കക്ഷി നേതൃത്വത്തിന് പരിചയക്കുറവുണ്ട്. കെ കരുണാകരനെയും AK ആന്റണിയെയും പോലുള്ളവർ ഇരുന്ന സ്ഥാനങ്ങളിൽ ആ കുറവ് സ്വാഭാവികമെന്നും എം ഹസൻ പറഞ്ഞു. അത് മുരളീധരൻ്റെ അഭിപ്രായമൊന്നും ശരിയല്ല. നിരന്തരമായി ഇപ്പോഴത്തെ നേതൃത്വം ഞങ്ങളെല്ലാവരും ഞാനടക്കം ഈ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ സമുദായങ്ങളുടെയും നേതാക്കന്മാരുമായി അവരുടെ സംഘടനകളുമായി സൗഹൃദം എന്ന് പറയുന്നത് രാഷ്ട്രീയ ചർച്ചയല്ലല്ലോ. അത് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെല്ലാവരും നിലനിർത്തുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ നിരവധി ഇപ്പോൾ ഈ ജനുവരി മാസത്തിലൊക്കെയാണ് ശിവഗിരി തീർത്ഥാടനം, അപ്പോഴാണ് മന്നം ജയന്തി. അതുപോലെ തന്നെ ക്രൈസ്തവ ബിഷപ്പന്മാരെ ഞങ്ങൾക്ക് ഈ പല സമയത്തും ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നടത്തിയ അവരുടെ സ്വീകരണം, ഇതിലെല്ലാം ഇപ്പോഴത്തെ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. മുരളീധരനും പങ്കെടുത്തിരുന്നു. പിന്നെ മുമ്പ് കാലത്ത് വളരെ കെ കരുണാകരനും AK ആന്റണിയുള്ള കാലത്ത് CK കരുണാകരനായിരുന്നു. ഇപ്പോൾ ഉള്ള നേതാക്കന്മാരെല്ലാവരും അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. മുരളി ഇടയ്ക്കിടയ്ക്ക് ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് യാഥാർത്ഥ്യവുമായി നിരക്കാത്ത ചില അഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മതസംഘടനകളുമായും സമുദായ സംഘടനകളുമായി അവരുടെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഇന്നത്തെ നേതൃത്വം പരിപൂർണമായി ബന്ധപ്പെടുകയും സഹകരിക്കുകയും ചെയ്യുന്നു. AK ആന്റണിയുടെ കാലത്തും കർണാടക കാലത്തൊക്കെ കുറച്ചുകൂടെ വളരെ പരിചിതരായ നേതാക്കളായിരുന്നു. ഏത് സാമൂഹിക സാഹചര്യം വന്നാലും അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നറിയായിരുന്നു. ഇപ്പോഴത്തെ നേതൃത്വത്തിന് അങ്ങനെ ഒരു പരിചയക്കുറവ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായി. പരിചയക്കുറവല്ല, അവരെത്ര കാലത്തെ എത്ര പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് CK കരുണാകരൻ മുഖ്യമന്ത്രി പാർലമെന്ററി പാർട്ടി ലീഡറായത്. AK ആന്റണിയെ KSUവിന്റെ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന ആളാണ്. അപ്പൊ അതിപ്പോ ഒരു AK ആന്റണിയോടും K കരുണാകരനോടും ഇപ്പോഴത്തെ നേതൃത്വത്തെ ആരും താരതമ്യം ചെയ്യാൻ തയ്യാറാവില്ല. ഇവര് കുറെ കാലം കഴിയുമ്പോൾ ആ നിലയിലേക്കൊക്കെ എത്തും. ഇവരേറ്റെടുത്ത ഉത്തരവാദിത്വം അവർ തൃപ്തികരമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനാണ് കൂടിയാലോചനകൾ വേണം. പാർട്ടിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യണമെന്നെല്ലാം തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് ഫലപ്രദമായി നടക്കണം. മുരളി പറഞ്ഞ ആ ഒരു ഭാഗമേ ഞാൻ അത് യോജിക്കുന്നുള്ളൂ. കാരണം നിരന്തരമായി സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് രാഷ്ട്രീയകാര്യ സമിതി, KPCC എക്സിക്യൂട്ടീവ്, UDF-ന്റെ സംസ്ഥാന സമിതി ഇതൊക്കെ കൂടി നിരന്തരമായി ചർച്ച ചെയ്യും. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള പരിപാടികൾ ഇടുകയും വേണം. അതിന്റെ അഭാവം കുറച്ചുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാത്തത് പോരായ്മയെന്ന് എം ഹസൻ പറഞ്ഞു. മാസത്തിൽ ഒന്നെങ്കിലും ചേരണമെന്ന നിർദ്ദേശം നടപ്പിലായില്ല. കൃത്യമായി രാഷ്ട്രീയകാര്യ സമിതി ചേരുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉറപ്പു നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് അഭിപ്രായ രൂപീകരണം നടത്താത്തതുകൊണ്ടാണ് K സുധാകരന്റെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായി മാറുന്നതെന്നും എം ഹസൻ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ മുരളി പറഞ്ഞതിനോട് യോജിക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതി മാസത്തിൽ ഒന്ന് കൂടിയേ തീരൂ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ AICCയുടെ പുതിയ ജനറൽ സെക്രട്ടറി വന്ന ആദ്യത്തെ യോഗത്തിൽ തന്നെ ശ്രീമതി ദീപാദാസ് മുൻഷി ആ ഒരു തീരുമാനം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് എല്ലാ മാസവും രാഷ്ട്രീയകാര്യ സമിതി കൂടും. രാഷ്ട്രീയ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അതിൽ ചർച്ച ചെയ്യണമെന്ന് അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു വേദി അതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് കൂടാതിരിക്കാൻ പാടില്ല. ഈ വിമർശനം വന്നതുകൊണ്ടാണ് പുതിയ AICC ജനറൽ സെക്രട്ടറി കർശനമായ നിർദ്ദേശം നേരത്തെ ഈ നിർദ്ദേശം കൊടുക്കാഞ്ഞിട്ടല്ല, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് കൂടാതെ പോയിട്ടുണ്ട്. പക്ഷെ ഇനി ഏത് കാരണം പറഞ്ഞായാലും കൂടാതിരിക്കാൻ പാടില്ല. കാരണം തെരഞ്ഞെടുപ്പ് നമ്മുടെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. അതെ, സുധീരൻ മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വാസ്തവത്തിൽ അത് മീറ്റിംഗിൽ എന്ത് കാര്യം പറഞ്ഞാലും പുറത്തു വരും. അദ്ദേഹം പറഞ്ഞതിൽ ചില പ്രസക്തമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കണം എന്നല്ലാതെ സുധീരൻ ഇങ്ങനെ പരസ്യമായ ഒരു വിവാദം ഇപ്പോഴുണ്ടാക്കുന്നതാണ്. സുധീരനായാലും ഞാനായാലും മുരളിയായാലും ആത്യന്തികമായി അതൊരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യില്ല. അത്രയേ ഉള്ളൂ. ആലപ്പുഴയിൽ പുതിയ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും എം ഹസൻ പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട
ഒരാൾക്ക് കോൺഗ്രസ് ലോക്സഭാ സീറ്റ് നൽകും. കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കണമോ എന്ന് ചർച്ചയെ തീരുമാനിക്കും. MP-മാർ തുടരണമെന്നാണ് നിലവിലെ ധാരണ. 3-ാം സീറ്റ് ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടില്ലെന്നും MM ഹസൻ ന്യൂസ് 18നോട് പറഞ്ഞു. അത് ആലപ്പുഴയിൽ ഏതായാലും തോറ്റ സീറ്റായതുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥി വരണമല്ലോ. അങ്ങനെയായിരിക്കും ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. KPCC അത്തരമൊരു നിർദ്ദേശമായിരിക്കും ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു പ്രാന്ത്യം അത് കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മത്സരിച്ചു, തോറ്റുപോയി. മുസ്ലിം കോൺഗ്രസിനകത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു അർഹമായ പ്രാതിനിധ്യം കൊടുക്കും. അതുകൊണ്ട് ഇത്തവണ ഉറപ്പായിട്ടും കോൺഗ്രസിന് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടാവും. ആ കാര്യത്തിൽ തർക്കമില്ല. അതെ, UDF വരുമ്പോൾ അത് ഒന്നല്ലല്ലോ. അതെ, അപ്പൊ എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യം കൊടുത്തു വരുമ്പോൾ UDF ആയിട്ട് തന്നെ കാണേണ്ടി വരും. കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഉറപ്പായിട്ടും. കാരണം മുൻകാലങ്ങളിൽ എല്ലാ കോൺഗ്രസിനും ഇവിടെ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുണ്ട്. ആലപ്പുഴ തോറ്റുപോയെന്നുള്ളൂ. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് എന്റെ ഉറച്ച വിശ്വാസം ഒരു സ്ഥാനാർത്ഥി ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവും. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. മനീഷ്, മുരളീധരനെ ഒരു പരിധിവരെ തള്ളുന്നുണ്ട് MM ഹസൻ. പക്ഷെ അപ്പോഴും മുരളീധരൻ പറഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയുമായി ബന്ധപ്പെട്ട കാര്യം, കൂടിയാലോചനകളില്ല എന്ന കാര്യം, ഒപ്പം സുധീരന്റെ ചില അഭിപ്രായങ്ങളിലൊക്കെ യോജിപ്പാണ് ഹസന്. മുതിർന്ന നേതാവാണ് ഹസൻ, UDF കൺവീനറാണ്. ഗൗരവമായി പാർട്ടി എടുക്കേണ്ടി വരും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെ. തീർച്ചയായും മുരളീധരന്റെ വാക്കുകളെ ഒരു പരിധിവരെ തള്ളുന്നുവെങ്കിൽ പോലും കൂടുതൽ കാര്യങ്ങളോട് യോജിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോൺഗ്രസിൽ തന്നെ വിമർശനങ്ങളുണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മാത്രം ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മുതിർന്ന നേതാക്കളുമായി യാതൊരു വിധത്തിലുമുള്ള ആശയവിനിമയങ്ങൾ ഒരു ഘട്ടത്തിലും നടത്തുന്നില്ല എന്നതും ഇതിന് ഏതാണ്ട് കൂട്ടിയുറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് K മുരളീധരന്റെയും പിന്നീട് അതിന്റെ തുടർച്ചയായി ഇപ്പോൾ MM ഹസന്റെയും വിമർശനം. രാഷ്ട്രീയകാര്യ സമിതി കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു സംവിധാനമായ രാഷ്ട്രീയകാര്യ സമിതി ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും കൂടി ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ഈ പ്രതിപക്ഷം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നീ കാര്യങ്ങളിലൊക്കെ ഉള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അത് വളരെ കർശനമായി നടപ്പിലാക്കണമെന്ന് പലവട്ടം ആവശ്യങ്ങൾ ഉയരുകയും ചെയ്തു. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങളാൽ ഇപ്പോഴും അത്തരമൊരു രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നില്ല എന്നതിനെയാണ് MM ഹസനും K മുരളീധരനും പറയുന്നത്. അതുകൊണ്ട് ഒരു കൂട്ടുത്തരവാദിത്വമില്ലായ്മ പലപ്പോഴും പാർട്ടിയിൽ പ്രകടമാണ്. കാരണം KPCC പ്രസിഡന്റ് ഒരു രീതിയിൽ സംസാരിക്കും, പ്രതിപക്ഷ നേതാവ് മറ്റൊരു രീതിയിൽ സംസാരിക്കും. ഇങ്ങനെയാണ് പാർട്ടിയുടെ ഒരു മുന്നോട്ട് പോക്ക്. എന്നാൽ പാർട്ടി നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ഒന്നിച്ചിരുന്നൊരു തീരുമാനമെടുത്താൽ ഓരോ വിഷയത്തിലും കൃത്യമായി പാർട്ടിക്കൊരു നിലപാടുണ്ടാവുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മ വേണം എന്നാണ് ഹസൻ പറയുന്നത്. എന്തായാലും പുതിയ ICC ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ഇക്കാര്യത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരണമെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആലപ്പുഴയിൽ ഒരു പുതിയ സ്ഥാനാർത്ഥി ഇത്തവണ മത്സരത്തിനെത്തും. കാരണം കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ തോറ്റ സ്ഥാനാർത്ഥിയാണ്. ജയിച്ചയിടങ്ങളിൽ അതത് MP-മാർ ഇത്തവണയും മത്സരരംഗത്ത് തുടരട്ടെ എന്നാണ് വയനാട്ടിൽ ചേർന്ന യോഗത്തിൽ, കോൺഗ്രസ് യോഗത്തിൽ തീരുമാനമായത്. അവരോട് മണ്ഡലങ്ങളിൽ സജീവമാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുകയും ചെയ്തു. ഒപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ആലപ്പുഴയിൽ ആരാവും ഇത്തവണ മത്സരത്തിനെത്തുക എന്നത് വളരെ സജീവ ചർച്ചാ വിഷയമായി ഇനി ഒരുപക്ഷെ മാറാൻ പോകുന്നത്. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കും കൂടി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുമെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ അത് ഏത് മണ്ഡലമാവും, ആരാവും ആ സ്ഥാനാർത്ഥി എന്നടക്കമുള്ള കാര്യങ്ങളും ഇനി സജീവ ചർച്ചാ വിഷയം തന്നെ. ഈ പാർട്ടി ചർച്ച ചെയ്തു ഇത്തരം വിഷയങ്ങൾ എന്നാണോ ഹസൻ സൂചിപ്പിക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടത്? ഹസന്റെ അഭിപ്രായ മാത്രമായി നമുക്ക് കാണാൻ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അപ്പോഴും ഹസൻ പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും അവിടെ. നമുക്കറിയാം കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിച്ചത് ഷാനിമോൾ ഉസ്മാനാണ്. ഷാനിമോൾ ഉസ്മാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അവിടെ സാധ്യതയില്ല, മറ്റൊരു പുതിയ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന സൂചനയാണോ നൽകുന്നത്? മറ്റ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളെക്കുറിച്ച് ഹസൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഷാനിമോൾ ഉസ്മാൻ ആണ് കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി. പക്ഷേ ഈ വിജയിച്ച സീറ്റുകളിൽ MP-മാർ ഇത്തവണയും മത്സരിക്കട്ടെ, അവരോട് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകി എന്ന് പറയുന്നു.
ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം തോറ്റ സീറ്റായതുകൊണ്ട് പുതിയ ഒരാൾ മത്സരിക്കും എന്ന് തന്നെയാണ് കൃത്യമായി എം എം ഹസൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഷാനിമോൾ ഉസ്മാന് ആലപ്പുഴയിൽ ഇത്തവണ സീറ്റ് ഉണ്ടാവില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇക്കാര്യമാണ് KPCC തീരുമാനിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. അത് ഹൈക്കമാൻഡിനോട് പറയും. ഹൈക്കമാൻഡ് പുതിയ സ്ഥാനാർത്ഥി തന്നെയാവും തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ അക്കാര്യത്തിൽ KPCC അഭിപ്രായം പറയും എന്നാണ് പറയുന്നത്. നമുക്കറിയാം KPCCയുടെ പേരിൽ പറയുന്നതൊക്കെ ചിലപ്പോൾ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവൊക്കെ നിഷേധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ ഒരു പ്രസ്താവന KPCC കാര്യം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടും അല്ലെങ്കിൽ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടു പിന്നാലെയാണ് കെ സുധാകരൻ KPCC ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുന്നത്. അത്തരം ഒരു അഭിപ്രായ ഭിന്നത ഇവർ തമ്മിൽ ഉണ്ട്. കാരണം കൂടിയാലോചനകൾ നടക്കാത്ത സാഹചര്യത്തിൽ ഓരോരുത്തർക്കും അതത് സാഹചര്യങ്ങളിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അഭിപ്രായം പറയാനേ കഴിയുകയുള്ളൂ എന്ന സാഹചര്യം കോൺഗ്രസിലുണ്ട്. എന്തായാലും ഹസൻ പറയുന്നത് KPCC തീരുമാനിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ ഒരു പുതിയ സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ്. ഒപ്പം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പറയുന്നു. പക്ഷെ അതാരാവും ആ സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് വ്യക്തമല്ല. കഴിഞ്ഞ തവണ മത്സരിച്ച ഷാനിമോൾ ഉസ്മാൻ തന്നെയാണോ ഇനി ആലപ്പുഴയ്ക്ക് പകരം ഏതെങ്കിലും മണ്ഡലങ്ങളാണോ നൽകുന്നതെന്നും അറിയാൻ കഴിയില്ല. എന്തായാലും ശ്രീ എൻ ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ,